ഓൺലൈൻ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനിയായ ഹൈറിച്ച് കമ്പനി ഉടമകളുടെ വീടുകളിലും ഓഫീസിലും ED റെയ്ഡ്. ഹൈറിച്ച് ഉടമ KD പ്രതാപൻ, ഭാര്യ ശ്രീന എന്നിവരുടെ അക്കൗണ്ടുകൾ ED പരിശോധിക്കുന്നു. 100 കോടി രൂപയോളം ഹവാല വഴി വിദേശത്തേക്ക് കടത്തിയെന്ന മുൻ MLA അനിലക്കരയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പരിശോധന. വിശദാംശങ്ങളുമായി ജേസൺ ചാമോളപ്പിൽ ചേരുന്നു. ജേസൺ ചാമോളപ്പിൽ എപ്പോഴാണ് പരിശോധന തുടങ്ങിയത്? അരുൺകുമാർ, ഏകദേശം ഒരു 10 മണിയോടുകൂടിയാണ് പരിശോധന ആരംഭിച്ചത്. നമ്മളിപ്പോൾ പ്രതാപൻ, അതായത് ഹൈറിച്ച് ഉടമയായ പ്രതാപന്റെ വീടിന് മുമ്പിലാണ്. ഇവിടെ EDയുടെ പരിശോധന ആയുധരായ പോലീസുകാർ 1630 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നതാണ് നേരത്തെ പോലീസ് സംബന്ധിച്ച റിപ്പോർട്ട് സമർപ്പിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തുടക്കത്തിൽ അന്വേഷണം തുടങ്ങിയത്. പിന്നീടാണ് ഇത് കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പുകളിലൊന്നാണ് എന്ന നിലപാടിലേക്ക് പോലീസും അതുപോലെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും എത്തുന്നത്. 1,63,000 ഉപഭോക്താക്കളിൽ നിന്നാണ് ഇവർ പണം തട്ടിയതെന്നാണ് പ്രധാനമായിട്ടുള്ള പരാതി. മുൻ MLA അനിലക്കര കഴിഞ്ഞ കുറെ കാലങ്ങളായി ഇതുമായി ബന്ധപ്പെട്ട നിരവധി പരാതികൾ എൻഫോഴ്സ്മെന്റിനും അതുപോലെ തന്നെ പോലീസ് ഉൾപ്പെടെയുള്ള വിവിധ ഏജൻസികൾക്ക് നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് വിശദമായ പരിശോധന അടിസ്ഥാനത്തിൽ ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇവരുടെ വിവിധ സ്ഥാപനങ്ങളിൽ റെയ്ഡ് തുടങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ ഈ ഹൈറിച്ച് ഉടമയായ പ്രതാപന്റെ വീട്ടിലാണ് ഇപ്പോൾ റെയ്ഡ് നടക്കുന്നത്. ക്രിപ്റ്റോ കറൻസി ഉൾപ്പെടെയുള്ള ഇടപാടുകളിലൂടെ വൻ തോതിൽ ലാഭമുണ്ടാക്കിയും പണം തട്ടിച്ചെന്നതാണ്. പ്രതാപന്റെ വീട്ടിലാണ് ഇപ്പോൾ റെയ്ഡ് നടക്കുന്നത്. ശ്രീനയുടെയും പ്രതാപന്റെയും അക്കൗണ്ടുകൾ കൂടി ED പരിശോധിക്കുന്നു എന്നാണ് ജെയ്സൺ ചാമോളപ്പിൽ റിപ്പോർട്ട് ചെയ്യുന്നത്.